ബാലൻ ദ ബോയ്, ചിദംബരം ഡയറക്റ്റ് ചെയ്ത പടം. എൻ്റെ മോനെ എജാതി സിനിമ എന്ന് പറയും. എജാതി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പടങ്ങളുണ്ടല്ലോ, മാരകമായിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റ്, അതിഭീകരമായിട്ടുള്ള BGM, പിന്നെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്ട്രാordinary ഹൈ പ്രൊഫൈൽഡ് ഇൻ ദ സെൻസ് വലിയ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുകൾ, അങ്ങനെയൊക്കെ ഒരു പടം അങ്ങോട്ട് കയറിയിട്ടാണ് കൊളത്തും. അങ്ങനെയൊക്കെ ഒരു ചില സാധനങ്ങളുണ്ട്, ലൈക്ക് ദൃശ്യം. പക്ഷേ ഇതൊരുമാതിരി മറ്റേ സ്ലോ പോയിസൺ പോലത്തെ ഒരു പടം. ഇക്കൊക്കെ കണ്ടിറങ്ങുമ്പോൾ വരുന്നൊരു എഫക്റ്റ് ഉണ്ട്, അതുപോലൊരു ഐറ്റം. ഇതെങ്ങനെ കയറി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കുറേ. നമുക്കിങ്ങനെ ഒരു ഹൈ കിട്ടും, പടം കാണുമ്പോൾ ഒരു ഹൈ കിട്ടും. എനിക്ക് ലാസ്റ്റ് ഇക്കോ കണ്ട സമയത്ത് ഇതേപോലെ ഒരു ഹൈ കിട്ടി. അതായത് ഓരോ ഫ്രെയിം കഴിയുമ്പോഴും ഓരോ സീന് കഴിയുമ്പോഴും ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡുകളും നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി ബിൽഡാവുക, നമ്മൾ അഡ്രിനാലിൻ കയറുക, നമുക്കിനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ മൈൻഡിലൂടെ പോവുക. ഇതിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് വെച്ച ഇവരുടെ കുറേ ഈ സിനിമയുടെ ഒരു തുടക്കം മുതലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ആലോചിച്ച് സ്റ്റക്കായി പോവുക. അങ്ങനെയൊക്കെ ഇത് എവിടെ പോണിട ഈ സാധനം എന്നുള്ളതിനൊരു വൺ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടം തുടങ്ങുമ്പോൾ ഈ പുകവലി ദേഹത്തിന് ഹാനികരം എന്നുള്ള സാധനം പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു അമ്മച്ചിയുടെ വോയിസാണ്. ഓക്കെ, അപ്പോൾ തന്നെ ഒരു ഇതാരടാ എന്നുള്ളൊരു തോന്നല്. ഇതിൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ഞാൻ എവിടേക്കോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത് സിനിമയ്ക്കകത്ത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, ആ ഒരു ക്യാരക്ടർ വന്നു പോകുമ്പോഴുള്ള ഇതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് ഈ എൻറ്റയർ സിനിമയുടെ സ്റ്റോറിയുടെ. അങ്ങനെ എനിക്കറിയാൻ പാടില്ലടി, ചിദംബരം ബ്യൂട്ടിഫുൾ നറേഷൻ, ബ്യൂട്ടിഫുൾ സ്ക്രീൻ പ്ലേ, ഒരു രക്ഷയില്ലാത്തൊരു ബ്രില്യൻസ്, വേറെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. ഇതിൻ്റെ റൈറ്റേഴ്സിൽ ചിദംബരത്തിൻ്റെ പേര് കാണാനുണ്ട്, അതുപോലെ ജിത്തു മാധവൻ എന്നുള്ള ഒരു പേരും കൂടി IMDb കാണാനുണ്ട്. ഹൂവർ ഇറ്റ് ഈസ്, ക്ലാസ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി അങ്ങോട്ട് പ്രേക്ഷകനെ വല്ലാണ്ടാക്കി കളഞ്ഞു. അങ്ങനത്തെ വല്ലാണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ചിന്തിപ്പിച്ചും ക്യൂരിയോസിറ്റി അടുപ്പിച്ചും നമുക്ക് ആ ഒരു ത്രില്ലൊക്കെ തന്നിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു നറേഷൻ. താങ്ക് യു ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ സുഷിൻ ശ്യാം, ഇതിൻ്റെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടം കണ്ടിട്ട് അതിൻ്റെ ഹൈയിലിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഈ സ്റ്റോറീൻ്റെ ഹൈയിലിരിക്കുക. ഒരമ്മ, ഒരു കുട്ടി, ഈ അമ്മയും കുട്ടിയും കാട്ടുകള്ളന്മാർ എന്ന് പറഞ്ഞാൽ ഇവരെ ജയിലിൽ നിന്നാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. കാട്ടുകള്ളന്മാരുമാണെന്നുള്ളത് പിന്നെ അങ്ങനെ ഓരോ അവരുടെ ഫ്രെയിം ബൈ ഫ്രെയിം ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ സിറ്റുവേഷൻസിൽ ഇവർ കാണിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, ഐഡൻറ്റിറ്റി സ്വാപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ ഐറ്റങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കുമ്പോൾ സുഷിൻ ശ്യാം ഇങ്ങനെ ബാക്ക് കൂടി പിടിച്ചിട്ടുണ്ട്. അതായത് ഈ കഥയ്ക്കൊപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഈ കഥയുടെ എൻറ്റയർ പ്ലോട്ട് ഇങ്ങോട്ട് എന്താ പറയുക, ഭീകരമായിട്ട് നമുക്കൊരു ഒരു എനർജി സർജ് വരും. ഒരു എനർജി ഇൻ ദ സെൻസ് ഇതിന് എന്ത് നടക്കും, അതായത് ഒരു മറ്റേ ഫീലിങ്. അയ്യോ, ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് വന്നിരിക്കുന്ന സാധനം വരുമ്പോണ്ട് സുഷിൻ ശ്യാമിൻ്റെ 4-5 ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതൊക്കെ വേറെ ലെവൽ. എനിക്കതൊക്കെ അപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്, ഇതിൻ്റെ അണ്ടർ പോയി. സാധാരണ ഇങ്ങനത്തെയൊക്കെ സിനിമകൾക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ മ്യൂസിക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലാതല്ല കേട്ടോ. ബട്ട് സ്റ്റിൽ അതിനും ഉപരി ഇതിൻ്റെ കഥയും ഇതിൻ്റെ നറേഷനും ഇതിൻ്റെ ഓരോ ഫ്രെയിമും പെർഫോമൻസുകളാണ് ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രൊഫൈലുള്ള ആക്ടേഴ്സ് വലിയ ബാനറിൽ വന്നിട്ട് പെർഫോം ചെയ്ത് അതിൻ്റെയൊക്കെ മുകളിൽ പോയിട്ടാണ് ഇതിൽ ഓരോരുത്തരും പെർഫോം ചെയ്തിട്ടുള്ളത്. സാധാരണ എനിക്ക് ജീൻ പോളൊക്കെ വർക്കാവുന്ന സിനിമയൊക്കെ വളരെ കുറവാണ്. ലാലിൻ്റെ മോൻ ലാസ്റ്റ് എങ്ങാണ്ട് മറ്റേ ഇതിൽ വർക്കായിട്ടുണ്ട്, നമുക്ക് മഞ്ഞുമൽ ബോയ്സിൽ എനിക്ക് ഭയങ്കര വർക്കായിരുന്നു ആ ഒരു ക്യാരക്ടർ. പക്ഷേ ഇതൊരു ഭീകര ഐറ്റമാണ്. ചേങ്ങായൊക്കെ തകർത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു കുട്ടിയുടെ ക്യാരക്ടറിൽ വന്ന ആ പയ്യനൊക്കെ വേറെ ലെവൽ സാധനമായിരുന്നു. ആ പയ്യനൊക്കെ, അപ്പം അതിൻ്റെ പേരെനിക്കറിയില്ല. ആ അമ്മ ക്യാരക്ടർ ഫർസാന പാലത്തിങ്ങൽ, യജാതി അഭിനയോടെ. ഞാൻ സത്യത്തിൽ എനിക്ക് അവരുടെ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ അമ്മയാണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്. ഈ അമ്മ ക്യാരക്ടറിനുള്ളൊരു തരം മിസ്റ്ററി ഉണ്ട്. മിസ്റ്ററി ഇൻ ദ സെൻസ് ഈവിൾ മിസ്റ്ററിയാണ് അവരിങ്ങനെ ഒരു മറ്റേ സാധനമാണ്, ഈ വിച്ച് പോലെയൊക്കെയാണ്, മനസ്സിലായോ? അവരെ കാണുമ്പോൾ തന്നെ ഒരു സാധനമുണ്ട്, നമുക്കൊരു ബാഡ് വൈബ് അടിക്കും നമുക്ക്. പക്ഷേ അവരുടെ ആ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ
ബട്ട് സ്റ്റിൽ ഹൗ മച്ച് ക്രിമിനൽ, ആ ഒരു 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 ക്രിമിനൽ സാധനം ഉണ്ടല്ലോ, ഒരു ഒരു വാമ്പയർ എന്നൊന്നും പറയാൻ പറ്റില്ല അതിൽ, ഒരു ലേഡി ക്രിമിനൽ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ അവർക്കത്, ആ ബോഡി ലാംഗ്വേജും അവരുടെ ഡയലോഗ് ഡെലിവറിയും അവരാ മകനെയായിട്ട് ചില സാധനങ്ങൾ കൺവേ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവർ ഫസ്റ്റ് ഹാഫ് തകർത്ത് വാരി അവർ. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഈ അമ്മ മകൻ സാധനം വേറെ രീതിക്ക് ട്വിസ്റ്റ് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഇതിന് കുറേ അധികം ഇന്നർ സാധനങ്ങളും അങ്ങനെ പോയി. പക്ഷേ ബട്ട് സ്റ്റിൽ ഒരു സീന് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഇവരൊരു സ്റ്റോറി, ഇതിൽ കുറേ സ്റ്റോറി അമ്മയും മകനും പറയുന്നുണ്ട്. മകൻ അമ്മ കുറേ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലൊരു പറഞ്ഞ ഒരു അമ്മൂമ്മയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, അമ്മച്ചി. ആ അമ്മച്ചിയുടെ ക്യാരക്ടറും ഇവരും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷനകത്തൊരു സ്റ്റോറിയൊക്കെ ഉണ്ട് ഇവരുടെ. അത് സ്പൂൺ ഫീഡിങ് അല്ല, ഓക്കെ. അത് കണ്ടിട്ട് ഈ സിനിമയുടെ ഫ്ലോവിനൊപ്പം പോയില്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടൂല. അതൊക്കെ ബ്രില്യൻസ് ആയി. എനിക്ക് ഭയങ്കര മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് തോന്നി ഇതിനകത്ത്. അങ്ങനെ ഈ അമ്മ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഈ സിനിമ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ടേക്ക് ഓവർ ചെയ്യുന്നത് ലാലിൻ്റെ ക്യാരക്ടറും പിന്നെ ഈ പയ്യൻ തന്നെ രണ്ടാളായിട്ടാണ്. ഒന്ന് ചെറുപ്പകാലത്ത് അഭിനയിച്ചൊരു പയ്യനും പിന്നെ കുറച്ച് വലുതായിട്ട് അഭിനയിക്കുന്ന വേറൊരു പയ്യനുമാണ്. ഒരേ ക്യാരക്ടറിന് രണ്ട് ഏജ്, ഇത് രണ്ടുപേരാണ് അഭിനയിച്ചിട്ടുള്ളത്. അവരാണെങ്കിലും നന്നായിട്ട് ചെയ്തു. പിന്നെ ടൊവിനോ കുറേ ട്രോളും സാധനമൊക്കെ ഇതിനകത്ത് ടൊവിനോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രെയിലറും പരിപാടിയൊക്കെ ഇറങ്ങിയ സമയത്ത്. ഈ ക്യാമിയോ റോൾസ് വന്നിട്ട് പെർഫോം ചെയ്യാൻ ഈ ചങ്ങായിക്ക് ഒരു പ്രത്യേകതരം ഇതുണ്ട് തോന്നുന്നു എനിക്ക്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര വർക്കായി ടൊവിനോയുടെ ക്യാരക്ടർ. അബ്ബാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഒരു മൂഡ് സാധനം. അങ്ങനെ സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി. അതായത് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അപ്പോഴാണ് പടത്തിൻ്റെ ഒരു ഗ്രിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. എത്ര പേരെ കൈയടിച്ചോ തിയേറ്ററിൽ ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ട് ഇറങ്ങി പുറത്ത് വരുമ്പോൾ. അതും തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയുടെ ക്വാളിറ്റി, കണ്ടൻറ് ക്വാളിറ്റി. ആ കണ്ടൻറ്റിനോട് ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ ടീമും ചെയ്യുന്ന ഒരു തരം നീതിയുണ്ട്. അത് ചിദംബരത്തിന് ചെയ്യാൻ പറ്റി. ഷൈജു ഖാലിദാണ് ക്യാമറ, ഇഫ് ഐ എം നോട്ട് റോങ്. അടിപൊളിയായിട്ടുണ്ട്. കിട്ടില്ലൻ ഫ്രെയിമുകളായിരുന്നു എല്ലാം. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ എവ്രി എന്താ പറയുക, ഇഞ്ച് ബൈ ഇഞ്ച് ഇതിൻ്റെ എല്ലാ കയ്യടിയും പോകുന്നത് ചിദംബരത്തിനും ടീമിനുമാണ്. ചിദംബരം ഡയറക്ടർ ആൻഡ് റൈറ്റിംഗ് പാർട്ടിൽ ചിദംബരവും പിന്നെ ഈ ജിത്തു മാധവൻ അവർക്കൊക്കെയാണ്. കാരണം എന്താ പറയുമോ, ഇങ്ങനത്തെ ഒരു സാധനം എഴുതി അത് സ്ക്രീനിൽ കൊണ്ടുവന്ന് അത് വർക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയാണ്. കാരണം ഇത് മറ്റേ പപ്പു പറഞ്ഞ പോലെ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഒരു ഇഞ്ച് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ താഴോട് പൊട്ടും. മനസ്സിലായോ? കാരണം ഒരു ലാഗ് മൂഡിലേക്ക് ഇത് കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്. കുറച്ച് ഫ്രെയിം കൂടുതൽ സമയം വെച്ച് ആഡ് ചെയ്താലും കുറച്ച് ഒരു അമ്മ മകൻ പാസം കൂടുതൽ കാണിച്ചാലും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലാഗ് മൂടിക്ക് പോയി. അയ്യോ, ഒരു പേര് ഞാൻ പറയാൻ പറഞ്ഞിട്ട്, നമ്മളുടെ ബീന ആൻ്റണിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ബീന ആൻ്റണിയുടെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടുന്നത്. അത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് അവർ ചെയ്തിട്ടുണ്ട്, സിമിലർ കൈൻഡ് ഓഫ് സാധനം. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു എനർജിയുള്ള ഒരു ജീവനുള്ള ഒരു ക്യാരക്ടർ അതവർ അടിപൊളിയായിട്ട് ചെയ്തു. ബീന ആൻ്റണി ഒരു രക്ഷയുണ്ടായിരുന്നില്ല അവർ. അങ്ങനെ ആകെ മൊത്തം എമ്മാതിരി വാച്ച് അറിയോ. അതായത് ബാലൻ ദ ബോയ് ഒരു വൺ ഓഫ് ദി യുണീക്ക് പടം ഇൻ മലയാളം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐറ്റമാണ് നമുക്ക് എനിക്ക് തന്നെ കേട്ടോ. എനിക്ക് അങ്ങനത്തെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരെ കയറി പോകുന്നെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നൊരു പടം. ഭയങ്കര സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വർക്കായി പടം. അപ്പം എന്താണെങ്കിലും അടുത്തുള്ള തിയേറ്റേഴ്സിൽ കയറി കാണുക. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്കൊക്കെ ചിലപ്പോൾ മേ ബി ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്ലോനെസ് ഫീൽ ചെയ്താലും അതൊരു മൂഡാണത്. മനസ്സിലായില്ല? അതൊരു മൂഡാണ്. അതായത് ആ ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് സെക്കൻഡ് ഹാഫിൽ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ബ്രേക്ക് ഡൗൺ ഇൻ ദ സെൻസ് അതൊരു സാധനം ആവുന്നുണ്ട്. ആൻഡ് ക്ലൈമാക്സ് കുറച്ചും കൂടി ഒന്ന് എനിക്ക് ഞാൻ ചിന്തിച്ച പോലെ ആയില്ല. അത് എനിക്കറിയില്ല, ഈ സിനിമ കണ്ടിറങ്ങിയവർക്കൊക്കെ മേ ബി അങ്ങനത്തെ ഫീൽ ഉണ്ടാവും. ക്ലൈമാക്സ് നമുക്ക് ആ ഒരു വാവ് അടുപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ ഡോട്ട് ചെയ്യില്ലേ, പടം തീർന്നു എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ച വേറൊരു തരം ക്ലൈമാക്സിലേക്ക് പോകുന്നതായിരുന്നു. അതും കൂടി ആണെങ്കിൽ വേറെ ലെവലായിരുന്നു, വേറെ സാധനമായിരുന്നു. പക്ഷേ അതെന്തോ അവർ കണക്ട് ചെയ്തതുകൊണ്ട്, ചില ഡയലോഗുകൾ ചില സിറ്റുവേഷൻസ് കണക്ട് ചെയ്തുകൊണ്ടാവും ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് വെച്ച. രക്ഷയില്ല. ബ്രില്യൻ മൂവി,
ഗ്രേറ്റ് വാച്ച്, മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. കിടിലം പടം, കിടിലം പെർഫോമൻസ്, കിടിലം ഡിറക്ഷൻ, എല്ലാം അടിപൊളി.